നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്മസ് വരവായി, നാടെങ്ങും ആഘോഷലഹരിയിൽ. DCC നേതൃത്വത്തിലും ലീഡർ കെ കരുണാകരൻ അനുസ്മരണ സമിതി നേതൃത്വത്തിലും തൊടുപുഴയിൽ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം നടന്നു. മുസ്ലിം യൂത്ത് ലീഗ് കാളിയാർ മേഖലാ സമ്മേളനം നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വഴിത്തല സീക്കോ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. സിസ്റ്റർ ഡോക്ടർ മേഴ്സി ഉദ്ഘാടനം നിർവഹിച്ചു. മുതലക്കുളം വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. യങ് സ്റ്റാർ ചാലാശ്ശേരി വിജയിച്ചു. വാർത്തകൾ വിശദമായി. ക്രൈസ്തവർ ക്രിസ്മസിന് ഒരുങ്ങി. 2012 വർഷം മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നുവീണ മനുഷ്യപുത്രന്റെ സ്മരണകൾ ഒരു വട്ടം കൂടി ഉണരുന്ന പുണ്യദിനം. തിങ്കളാഴ്ച ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളും പാതിര കുർബാനയും നടക്കും. രക്ഷകന്റെ വരവിനായി നാടെങ്ങും ഒരുങ്ങി. ക്രിസ്മസ് കരോൾ സംഘങ്ങളും പുൽക്കൂടുകളും എവിടെയും ദൃശ്യമാണ്. വെട്ടിമറ്റം എണ്ണപ്പനത്തോട്ടത്തിൽ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമായി. തങ്കച്ചൻ എന്ന കലാകാരനും കൂട്ടുകാരും ചേർന്ന് ഒരുക്കിയ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രവും നാട്ടിൽ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നു. പുൽത്തൊട്ടിയും കിണറും അരുവിയും മലനിരകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രക്ഷകന്റെ വരവിനായി മുതലക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളി ഒരുങ്ങി. പള്ളിയുടെ മുഖവാരം വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ മുഖരിതമാണ്. പെരിങ്ങാശ്ശേരി ബൗണ്ടറിയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പപ്പ മത്സരം നടത്തി. കരിമണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KV ജോസ് പപ്പ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. സാംസ്കാരിക സമ്മേളനം ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ബിജു വാളിയം പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. ചീനിക്കുഴി പള്ളി വികാരി ഫാദർ തോമസ് പൂവത്തുങ്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. രാജേഷ് കുമാരൻ, അഖിലേഷ് ദാമോദരൻ, KS രാജൻ, സലീല സന്തോഷ്, നാസർ മൗലവി, റിജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. കരിമണ്ണൂർ പാഴൂക്കര ജ്യോതിസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് പുതുവത്സരാഘോഷം ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിൽ, ഈ യോഗത്തിൽ, ഈ മത്സരങ്ങളിൽ, ഈ കൂടിച്ചേരലിൽ, ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ കാണിച്ച മനസ്സ് അത് വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കട്ടെ. അതുകൊണ്ടോ അതിന്റെ ഭാരവാഹികൾ പ്രസിഡന്റിനും സെക്രട്ടറിക്കും വിശിഷ്യ പ്രത്യേകമായ അഭിവാദ്യം നേരാൻ ഒരു മടിയുമില്ല. കൂട്ടുകന്നൂരിലും മണ്ണപ്പുറത്തും കോടിക്കുളത്തും പുള്ളിയമരത്തും ആലക്കോടും ഇനിയും ആരംഭിക്കേണ്ടുന്ന റെസിഡൻസ് അസോസിയേഷൻസ് ആണ്. അതിന് മുന്നോടിയായി തൊടുപുഴയ്ക്ക് കിഴക്ക് കരിമണ്ണൂരിൽ ഇത്തരം ഒരു സംരംഭം നിങ്ങൾ നോക്കുക. തൊടുപുഴ മുനിസിപ്പാലിറ്റി വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. ജോളി മുരിങ്ങമറ്റം, ജോസ് മാറാട്ടിൽ, സജി താന്നിക്കൽ, MV ദാസ്, TA മനോജ്, ജോസ് പുളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുവേലി സാൻജോ പബ്ലിക് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. കുട്ടികൾ ക്രിസ്മസ് പപ്പാമാരായി എത്തിയത് ആഘോഷത്തിന് കൊഴുപ്പേകി. പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പാലപ്പള്ളി നേതൃത്വം നൽകി. 700ഓളം പപ്പമാർ അണിനിരന്ന പപ്പാ സംഗമം വ്യത്യസ്തമായ കാഴ്ചവിരുന്നായി. അധ്യാപകരും വിദ്യാർത്ഥികളും ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് പപ്പ തൊപ്പി ധരിച്ചാണ് സ്കൂളിൽ എത്തിയത്. ഹരിത ക്രിസ്മസ് എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് മരത്തൈ നടിയിലും നടത്തി. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷെറേനയിൽ പുൽക്കൂട് ഒരുങ്ങി. റെക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. Dream English, www.dreamenglish.com.
Merry Christmas! Let's practice Santa Claus, a Christmas tree, toys, a stocking, an airplane. തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിക്ക് സമീപം തയ്യിൽ തോമസും കുടുംബവും ഒരുക്കിയ ക്രിസ്മസ് പുൽക്കൂട് ആകർഷകമായി. വീടും പരിസരവും വർണ്ണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. കരിമണ്ണൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. കരിമണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ജോസ് പപ്പ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം CP രാമചന്ദ്രൻ, സ്വാഗത് ബിബിൻ, VJ ചെറിയാൻ, ജോസ് കുന്നപ്പള്ളി, UK നിരൻ ബോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 100 തൊഴിൽ ചെയ്ത വനിതകൾക്കായുള്ള ക്യാഷ് അവാർഡ് വിതരണോദ്ഘാടനം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് നിർവഹിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 ദിവസം പണി പൂർത്തീകരിച്ച ഏതാണ്ട് 615ഓളം തൊഴിലാളികൾക്ക് ഇന്ന് 1000 രൂപ വെച്ച്, വനിതാ തൊഴിലാളികൾക്ക് 1000 രൂപ വെച്ച് ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണ് നമുക്ക് സർക്കാരിൽ നിന്നും പൈസ ലഭ്യമായത്. നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിലെ 17 വാർഡുകളിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ, എനിക്ക് ദുഃഖത്തോടു കൂടി ഒരു കാര്യം പറയാനുള്ളത്, അവിടെ പഞ്ചായത്തിൽ നിന്നും പൈസ കിട്ടിയില്ല, മറ്റ് പഞ്ചായത്തുകളിലെല്ലാം കൊടുത്തു എന്ന ഒരു പ്രചരണങ്ങൾ അഴിച്ചുപിടിക്കുകയുണ്ടായി. സർക്കാർ 1000 രൂപ. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സണ്ണി കളപ്പുര, ജേക്കബ് ജോൺ, സെബാസ്റ്റ്യൻ നമ്പ്യാപ്പറമ്പിൽ, ലൈല രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി DCC പ്രസിഡന്റായി റോയ് കെ പൗലോസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. 1972-ൽ KSUവിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി 7 വർഷവും പഞ്ചായത്ത് പ്രസിഡന്റായി 10 വർഷവും പ്രവർത്തിച്ചു. 2009-ൽ DCC പ്രസിഡന്റായി ചുമതലയേറ്റു. പന്നൂർ കൊന്നനാൽ കുടുംബാംഗമാണ്. ഭാര്യ ബീന. പോൾ വർഗീസ്, അമ്മു റോയ് എന്നിവർ മക്കളാണ്. രാജ്യത്തിന്റെ പുരോഗതിയും പാർട്ടിയുടെ താൽപര്യവും ഒരുപോലെ സംരക്ഷിച്ചിരുന്ന ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ലീഡർ K കരുണാകരൻ എന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് EM അഗസ്തി ഓർമ്മിപ്പിച്ചു. ഒരു ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഇത്രമാത്രം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ K കരുണാകരൻ മാത്രമായിരുന്നു. എതിർപ്പുകൾക്കെതിരെ പടപൊരുതുമ്പോഴും തനിക്കെതിരെ വിമർശനമുയർത്തുന്നവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ലീഡർ തയ്യാറായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ DCC സംഘടിപ്പിച്ച K കരുണാകരൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉടുമ്പച്ചോലയും ജയിക്കാൻ സാധ്യത മാത്രമുള്ള നിയോജകമണ്ഡലമാണ്. അങ്ങനെ ജയമുറപ്പുള്ള സീറ്റ് വിട്ടുകൊടുത്തിട്ട് ജയിക്കാൻ സാധ്യത പോലും ഇല്ലാത്ത നിയോജകമണ്ഡലങ്ങൾ വാങ്ങുന്നത് ഭാവിയിൽ കോൺഗ്രസിന് വലിയ ദോഷമുണ്ടാകുമെന്ന അഭിപ്രായമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന എനിക്കുണ്ടായിരുന്നത്. ഞാൻ ആ കാര്യം ലീഡറോട് എനിക്ക് പറയാൻ അത്രയേറെ സ്വാതന്ത്ര്യമില്ല, കാരണം അദ്ദേഹത്തിന്റെ പ്രായമാണ്. ബഹുമാനായ ആന്റണിയോട് അല്പം കൂടി തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ തീരുമാനം അദ്ദേഹം തന്നെ എടുക്കത്തുമില്ല. ജയിക്കും എന്ന് പറഞ്ഞു, 2 സീറ്റും ജയിക്കും. സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ തീരെ അതൃപ്തനായിരുന്നു. കാരണം ജയിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നു, ജയിക്കുമെന്ന് ലീഡറും ആന്റണിയും പറയുന്നു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് അധ്യക്ഷത വഹിച്ചു. PT തോമസ് MP, അഡ്വക്കേറ്റ് ജോയ് തോമസ്, TM സലീം, CK വിദ്യാസാഗർ, CP മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ പൂർവ്വ അധ്യാപക സംഗമം നടത്തി. KJ ജോർജ് കല്ലുവേലിൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PR നാരായണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് ഇവിടെ ഹെഡ്മാസ്റ്ററായിരുന്നത് ഒരു തൊമ്മൻ സാറായിരുന്നു. കുന്നത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ദിവസവും കുന്നത്തുനിന്ന് നടന്നിവിടെ വന്ന് പഠിപ്പിച്ചിട്ട് പോകുമായിരുന്നു. അദ്ദേഹത്തെ എന്നും എപ്പോഴും പ്രസന്നവദനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. സാധാരണ പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർമാരൊക്കെ ഒരു ചോരവടിയായിട്ടാണ് നടക്കുക. ഇദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ ആ പ്രസന്നവദനം കുട്ടികളിലേക്കും പകർന്നിട്ട് കുട്ടികൾക്കെല്ലാം അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. വേറെ ഒരു അധ്യാപകനാണ് പഠിപ്പിച്ചു ഓർക്കുന്നത് ഒരു കൃഷ്ണനുള്ള KK അയ്യപ്പൻപിള്ള, KV പൗലോസ്, VJ LC, നെടുമറ്റം ശ്രീധരൻ, MP ചാക്കോച്ചൻ, സാബു കേശവൻ, അഡ്വക്കേറ്റ്
PL ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലീഡർ കെ കരുണാകരൻ അനുസ്മരണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. തൊടുപുഴയിൽ നടന്ന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 1979 ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രൂപം കൊടുത്തപ്പോൾ അന്ന് ശ്രീ കെ കരുണാകരനും അതുപോലെ CH മുഹമ്മദ് കോയയും കിടങ്ങൂർ ഗോപാലകൃഷ്ണനുടെ എല്ലാം ആലോചിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രൂപം കൊടുത്തപ്പോൾ ഞാനായിരുന്നു കൺവീനർ. വളരെ കാലം അടുത്ത ബന്ധം മുന്നോട്ട് നീങ്ങി മന്ത്രിസഭയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചു. വളരെയധികം ഊർജ്ജസ്വലതയുള്ള ഒരു നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. KJ സെബാസ്റ്റ്യൻ, ജോസഫ് വാഴക്കൻ MLA, വിൽസൺ നെടുങ്കല്ലേൽ, CM അബ്ദുൾ അസീസ്, KMA ഷുക്കൂർ, ഫാദർ ആൽബർട്ട് നമ്പ്യാപ്പറമ്പിൽ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, സാബു വടശ്ശേരി, KM ഷാഹുൽ ഹമീദ്, OJ ജോസഫ്, TG കുഞ്ഞുമോൻ, KM ഹാരിസ്, KV ജേക്കബ്, ജോർജ് പുളിന്താനം, ജോസ് മണക്കാട്, മാത്യു സ്റ്റീഫൻ, മാർട്ടിൻ അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് കാളിയാർ മേഖലാ സമ്മേളനം നടത്തി. AS അസീസ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം നിർവഹിച്ചു. AB സെയ്ദലവി, MM റാഫിദ്, KMA ഷുക്കൂർ, MS മുഹമ്മദ്, മൊയ്തു കുനിയിൽ, ഫൈസൽ കമാൽ, അയ്യപ്പൻ കോണാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച സെൽവിൻ ജോണിന് AIBA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ ചെയർമാൻ TS സണ്ണി, ജില്ലാ സെക്രട്ടറി PK ജോൺ, PK ജബാർ, വിൽസൺ ജോൺ, KS മോഹനൻ, TJ പോൾ, എമ്മാനുവൽ, ക്ലാരമ്മ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സെൽവിൻ ജോൺ മറുപടി പ്രസംഗം നടത്തി. അവർ ഇവിടെയും നമ്മുടെ ജില്ലയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത്ര ആൾക്കാർ ഇവിടെ വന്നു. നമ്മുടെ ഹൈറേഞ്ചിലെ ആൾക്കാർ നമുക്ക് വരാൻ പറ്റത്തില്ല, അവരെ കൊണ്ടുവരാൻ ഇത്ര ആൾക്കാരെങ്കിലും വന്നു, സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാനൊക്കെ റിട്ടയർഡ് ആകുമ്പോൾ ഇതുവരെ ആൾക്കാർ വരുമോ, ഇത്ര ആളുണ്ടാവുമോ, എങ്ങനെയായിരിക്കും റിട്ടയർമെന്റ് എന്ന് കൂടി ഞാൻ ആലോചിക്കുക. അവസരത്തിൽ ആ സർവീസ് സാറിനോടുള്ള പ്രതിബദ്ധതയും അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും കൊണ്ട് മാത്രമാണ് ഇത്ര സഹാക്കളിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ വരാൻ സന്നിധരായിരിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കളിക്കളത്തിലൂടെ വ്യക്തിത്വ വികസനമെന്നുള്ള കാര്യം അംഗീകരിച്ചിരിക്കുന്നു. 12 വർഷക്കാലം 12ാം ക്ലാസ് വരെയുള്ള ഇവിടുത്തെ പഠനം ഭാവി ജീവിതത്തിന്റെ അടിത്തറ ഭാവിയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. +2 ഒക്കെ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റി പ്രീ ഡിഗ്രി കോളേജിലുണ്ടായിരുന്ന സ്കൂളുകളിലേക്ക് മാറ്റി 12ാം ക്ലാസ് വരെ സ്കൂൾ അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിച്ചു വളരുക. അതിനുശേഷം പുതിയ കാര്യങ്ങളിലേക്ക്. സിനിമാ സംവിധായകൻ മെക്കാഡിൻ സമ്മാനദാനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, മാനേജർ ഫാദർ ജോർജ് കാളാശ്ശേരി, പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചേറ്റൂർ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ സിബി, PTA പ്രസിഡന്റ് ജോർജ് ജോസഫ്, സ്കൂൾ ലീഡർമാരായ ഡിക്സൺ ദേവസ്യ, മേഘ്ന ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ കേരളം പ്രചാര ക്യാമ്പയിന്റെ ഭാഗമായ വാഹനജാഥയുടെ ജില്ലാതല സമാപനം പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം P രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിനെതിരായി നടന്നുവരുന്ന ക്യാമ്പയിനുകളുടെ പൊതു സ്വഭാവം, ചില ക്യാമ്പയിനുകൾ മദ്യവർജനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ക്യാമ്പയിനുകളാണ്. മനുഷ്യനെ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് മദ്യവർജനത്തിന്റെ ഭാഗമായി പ്രധാനമായും നടക്കുന്നത്. അതോടൊപ്പം തന്നെ
മദ്യവർജനമല്ല, മറിച്ച് മദ്യത്തിന്റെ ലഭ്യത ആണ് പ്രശ്നമെന്നും അതുകൊണ്ട് ലഭ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മദ്യ നിരോധനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. കേരളത്തിൽ അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ക്രിസ്മസ് വരവായി, നാടെങ്ങും ആഘോഷലഹരിയിൽ. DCC നേതൃത്വത്തിലും ലീഡർ കെ കരുണാകരൻ അനുസ്മരണ സമിതി നേതൃത്വത്തിലും തൊടുപുഴയിൽ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം നടന്നു. മുസ്ലിം യൂത്ത് ലീഗ് കാളിയാർ മേഖലാ സമ്മേളനം നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വഴിത്തല സീക്കോ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. സിസ്റ്റർ ഡോക്ടർ മേഴ്സി ഉദ്ഘാടനം നിർവഹിച്ചു. മുതലക്കുളം വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. യങ് സ്റ്റാർ ചാലാശ്ശേരി വിജയിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. VBCയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രാദേശിക വാർത്തകൾ സമാപിക്കുന്നു.